അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും എത്രയോ അപ്പുറമാണ്. മുത്ത് റസൂലിൻ്റെ സ്വലാത്തിൻ്റെ മഹത്വങ്ങളിൽ ഏതാനും ചില മഹത്വങ്ങൾ വിവരിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. മുത്ത് റസൂലിൻ്റെ പേരിൽ ദിവസേന വെറും 10 സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള ഫളലുകളെക്കുറിച്ച്, സ്വലാത്ത് ചൊല്ലിയതിനെ കൊണ്ട് നമുക്കുണ്ടാവുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇൻഷാ അല്ലാഹ്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു ദിവസം 4 മലക്കുകൾ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുകളാണവർ. ആദ്യം മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നത് അസ്റായിൽ അലൈഹിസ്സലാം ആയിരുന്നു. എന്നിട്ട് റസൂലിനോടായിട്ട് ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂലെ, ആരെങ്കിലും തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ദിവസവും മുടങ്ങാതെ മരണം വരേക്കും ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ ചൊല്ലിയ വ്യക്തിയുടെ റൂഹ് പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കും പോലെ, അതായത് പ്രവാചകന്മാരുടെ റൂഹ് തേനിൽ നിന്നും നൂല് പിടിക്കും പോലെയാണ് പിടിക്കുക പതുക്കെ. അതേ പ്രകാരം പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കും പോലെ, തേനിൽ നിന്നും നൂല് പിടിക്കും പോലെ പതുക്കെയാണ് ആ വ്യക്തിയുടെ റൂഹ് പിടിക്കുക എന്നാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വെറും 10 സ്വലാത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം വലുതാണ് എന്നുള്ളത്. നമുക്ക് വിലമതിക്കാനാവാത്ത ഒരു നിധിയാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ദിവസവും 10 സ്വലാത്ത് ചൊല്ലാനായിട്ട് കഴിയാത്തവർ ആരും തന്നെയില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈമാനോട് കൂടിയിട്ട് നല്ലൊരു മരണം നമുക്ക് ലഭിക്കും. എല്ലാവർക്കും മരണം ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ മരണസമയം നന്നാവുക, നമ്മുടെ മരിക്കുമ്പോഴുള്ള അവസ്ഥ നന്നാവുക എന്നുള്ളത് എല്ലാവർക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് വെറും 10 സ്വലാത്ത് നമ്മൾ നിത്യേന പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂഹ് പിടിക്കുന്നത് പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. രണ്ടാമത്തെ തവണ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നത് മീകായിൽ അലൈഹിസ്സലാം ആയിരുന്നു. എന്നിട്ട് റസൂലിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്: അള്ളാഹുവിൻ്റെ റസൂലെ, ആരെങ്കിലും തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ദിവസവും മുടങ്ങാതെ മരണം വരേക്കും ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ചെമ്പിൻ്റെ ഭൂമിയായ മഹശറയിൽ ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ സമയത്ത് തലച്ചോറ് മുഖത്തിലൂടെ ഒഴുകുമ്പോൾ അത്രയും ഭയാനകമായിട്ടുള്ള ആ ഒരു സമയത്ത് ഞാൻ അവനെ ഹൗലുൽ കൗസറിൽ നിന്നും വെള്ളം കുടിപ്പിക്കും എന്ന്. മുത്തായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവர்களுടെ പേരിലുള്ള സ്വലാത്ത് നമുക്ക് എത്രത്തോളം മഹശറയിൽ സഹായകമായി തീരും എന്നുള്ളത് ഈ ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആരും മുത്ത് റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്തിനെ പാഴാക്കി കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടിയ അമൂല്യമായിട്ടുള്ളൊരു നിധിയാണ് മുത്തായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. നമുക്കറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലാവുന്നതാണ്. ഇന്ന സ്വലാത്ത് എന്നൊന്നുമില്ല. ദിവസവും മുടങ്ങാതെ ചൊല്ലാനായിട്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. സമയമുടക്കിൻ്റെ യാതൊരു ആവശ്യവും തന്നെയില്ല. അതുകൊണ്ട് എല്ലാവരും നിത്യേന ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ മുത്തായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പേരിലും സ്വലാത്തും അതുപോലെ തന്നെ സലാമും ചൊല്ലാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ തവണ വന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാം ആയിരുന്നു. എന്നിട്ട് മുത്തായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവர்களോട് ഇപ്രകാരം പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂലെ, ആരെങ്കിലും തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ദിവസവും മുടങ്ങാതെ മരണം വരേക്കും ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ മഹിഷറയിൽ അവൻ്റെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കും വരെ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ ആയിരിക്കും എന്നുള്ളത്. എത്രത്തോളം ഒരു ഫളലാണ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ. നമ്മൾ ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ശ്രേഷ്ഠതകളാണ്, നമുക്ക് എത്രത്തോളം ആനുകൂല്യങ്ങളാണ് പടച്ച റബ്ബ് നൽകുന്നത്. അത്രക്കും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അമൂല്യമായിട്ടുള്ള നിധിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്.
നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം അള്ളാഹു താലാൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി സുജൂദിൽ ഇരിക്കുക എന്നുണ്ടെങ്കിൽ, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന സൗഭാഗ്യം എത്രത്തോളമാണ്. അതുകൊണ്ട് ആരും ഇത് പാഴാക്കാതെ എല്ലാവരും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 4-ാമത്തെ പ്രാവശ്യം മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. എന്നിട്ട് റസൂലിനോടായിട്ട് ഇപ്രകാരം പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂലെ, ആരെങ്കിലും തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ദിവസവും മുടങ്ങാതെ മരണം വരേക്കും ചൊല്ലിയാൽ ഞാൻ അവനെ വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടിയേക്കാൾ നേരിയതുമായ സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ അവൻ്റെ കൈ പിടിച്ചു കടത്തും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര വലിയൊരു ആനുകൂല്യമാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ 10 സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ മിനിമം 10 സ്വലാത്തായി ചുരുക്കാതെ നമുക്ക് കഴിയുന്നത്ര സ്വലാത്തിന് നമ്മൾ ചൊല്ലാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയാണെങ്കിലും മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്തൊന്ന് ചൊല്ലി നോക്കിക്കേ, നമുക്ക് അത്ഭുതം കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം ഒരു പരിഹാരം പടച്ച റബ്ബ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നല്ലൊരു ഹൈറായ രീതിയിൽ നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണ്. എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിലൊക്കെ അകപ്പെട്ട് ഇനി ഇതിൽ നിന്ന് രക്ഷയില്ല എന്നൊക്കെ തോന്നിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വലാത്തിനെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനൊരു മാറ്റം, നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് നല്ലൊരു സന്തോഷം, നല്ലൊരു മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിൽ വരും. വെറും ഒരു 10 സ്വലാത്ത് നമ്മൾ നിത്യേന പതിവാക്കിയാലുള്ള മഹത്വങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അധികരിപ്പിച്ചാലോ, നമ്മുടെ സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് എല്ലാവരും ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ വീഡിയോ നന്മ തോന്നിയാൽ, ഉപകാരം തോന്നിയാൽ, ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഒന്ന് എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിത് ആർക്കെങ്കിലുമൊക്കെ ജാരിയായ സ്വതക്കയായി കൈമാറുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക മാത്രമല്ല, നിങ്ങൾ വാക്കാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾ അങ്ങനെ ഇതിനൊരു ജാരിയായ സ്വതക്കയായിട്ട് ഉദ്ദേശിച്ചു കൊണ്ടിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടും ആരെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ ആ ഒരു ഫലമായി കൊണ്ടിട്ട് ആരെങ്കിലും വീണ്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വിചാരണ ചെയ്യപ്പെടുന്ന ദിവസം വരെ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരും ഈ ഒരു ഓഫർ പാഴാക്കാതെ എല്ലാവരും നിത്യേന മുടങ്ങാതെ ചൊല്ലാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലുള്ള ആൾക്കാർക്കും നമ്മുടെ ഉമ്മ പെങ്ങന്മാർക്ക് നമുക്കെല്ലാവർക്കും നമുക്കിത് ഷെയർ ചെയ്ത്, ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പറഞ്ഞിട്ടും കൊടുക്കാവുന്നതാണ്. അങ്ങനെയും എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിത്യവും മുടങ്ങാതെ സ്വലാത്തും സലാമും ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാവിധ പരിഭവങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയിട്ട് നല്ല ഹൈറായ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.